Hello, my dear champions! എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സൂപ്പർ ഡൂപ്പർ ലൈവ്ലി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും സൂപ്പർ ഡൂപ്പർ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എല്ലാ ക്ലാസ്സിൽ വരുമ്പോഴും. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിന്റെ ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ്. ഈ ചാനൽ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ആൻഡ് ഐ റിയലി താങ്ക്. അത് ആ ഒരു താങ്ക്സ് പറയാനും കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ദിസ് ചാനൽ വിൽ നോട്ട് ഗ്രോ ഇൻ ദിസ് സ്പേസ്. അതൊരു വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. സോ കീപ് സപ്പോർട്ടിങ് അസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇനിയും വളരണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വേണം മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ് അസ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ചാമ്പ്യൻസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. അതിനൊരു റീസൺ ഉണ്ട് അല്ലേ? യു ഗൈസ് ആർ ഓൾറെഡി ചാമ്പ്യൻസ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വലിയൊരു ഡ്രീമിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾറെഡി മേക്ക് യു ഗൈസ് ചാമ്പ്യൻസ് അല്ലേ? ഒരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെറിയ സാക്രിഫൈസസ് നിങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ സല്യൂട്ട് യു ഗൈസ് ഫോർ ദാറ്റ്. കീപ് ഡൂയിങ് ഇറ്റ്. കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. വെള്ളം കാണുന്നവരെയും കുഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അതായത് ഇതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത് വരെയും ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി കൈവിടാതെ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. മുന്നിലും പിന്നിലും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ടു ഹെൽപ്പ് യു ഗൈസ് ഇൻ എവറി വേ പോസിബിൾ. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്. ആ സപ്പോർട്ട് എടുക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും കൂടെ വേണം മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിച്ചിട്ടേ ഞങ്ങൾക്ക് ഉറക്കം വരുള്ളൂ. ഓക്കെ, ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, സാർ എന്തുകൊണ്ടാണ് ഈ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിപ്പോൾ വെച്ച് പ്ലാനിൽ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിൽ വന്നത്? സത്യം പറഞ്ഞാൽ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അത് ടീച്ചിങ് ഫീൽഡിലേക്ക് ഞാൻ എത്തുന്നത് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. ആ ജേർണിയെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നമുക്ക് മുന്നിൽ കാണാൻ പറ്റാത്തൊരു ജേർണി ആയിരുന്നു ടീച്ചിങ്. പക്ഷെ ടീച്ചിങ്ങിലേക്ക് എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഫാക്ടേഴ്സ് കൊണ്ട് എനിക്ക് ഈ പ്രൊഫഷൻ വളരെയധികം ഇഷ്ടമാണ്. അതായത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എൻ്റെ നേച്ചറായിട്ട് ഏറ്റവും കൂടുതൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഐ വാസ് വർക്കിംഗ് ആസ് എ ഡേറ്റാ സയൻറ്റിസ്റ്റ് ബിഫോർ ദിസ്. അതായത് കമ്പ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. കമ്പ്യൂട്ടേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് വിട്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. പക്ഷെ എന്തുകൊണ്ടോ കുറേ കാര്യങ്ങൾ കൊണ്ട് ദിസ് പ്രൊഫഷൻ ഗിവ്സ് മീ ദി അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഈ വർഷം ഈ ഫോൺ കോളുകൾ കിട്ടും. ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരുടെ ഫോൺ കോളുകൾ കിട്ടും. സാറേ, ഞാൻ ഇന്ന കോളേജിൽ എത്തിയിട്ടോ സാറേ, താങ്ക് യു, വളരെയധികം താങ്ക്സ് ഉണ്ട് സാറേ, സാറിൻ്റെ ഹെൽപ്പ് കാരണമാണ് എത്താൻ പറ്റിയെന്ന് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണീന്ന് വെള്ളം വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു നിമിഷമാണത്. ഓക്കെ, ആൻഡ് അപ്പോൾ അതുകൊണ്ട് അത്രയും പാഷനോടെയാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നതും. അത്രയും പാഷനോടെയാണ് നമ്മൾ കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും മൈ ഡിയർ സ്റ്റുഡൻസ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള എല്ലാ നല്ല ടീച്ചേഴ്സും അത്രയധികം പാഷനേറ്റ് ആയിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഈ വേദാന്തൂല് തന്നെ എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. ഐ നോ ഹൗ മച്ച് പാഷനേറ്റ് ദേ ആർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്രയധികം സ്നേഹം നിങ്ങളുടെ ഒപ്പം ഉണ്ട്, അത്രയധികം ഡെഡിക്കേഷൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങളും കൈവിടാതെ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി നിങ്ങൾ വിടാതെ നോക്കുക. ഞങ്ങൾ എന്തായാലും മുന്നിലും പിന്നിലും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെ നയിക്കാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും. ഓക്കെ, ഫൈൻ. സോ ബി മോട്ടിവേറ്റഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, പുഷ് യുവർ സെൽഫ് ഹാർഡർ മൈ ഡിയർ സ്റ്റുഡൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മൈ ഡിയർ സ്റ്റുഡൻസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്.
എന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് മതിയായി. പക്ഷേ പുതിയ പിള്ളേർ വരുന്നുണ്ട്. ആ പുതിയ പിള്ളേർക്കായിട്ടാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ പേര് സുദർശൻ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൊച്ചിയിലാണ്. ആലുവയിലായിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ആലുവ പുഴ പിന്നെയും ഒഴുകി. ഞാൻ നല്ലൊരു പാട്ടുകാരനൊന്നല്ല, എന്നാലും ആലുവയിലാണ് എൻ്റെ താമസം. പഠിച്ചതൊക്കെ സ്കൂളിംഗ് ഒക്കെ അവിടെയായിരുന്നു. കോളേജ് ചെയ്തത് ബിച്ച്പിലാനിയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു. അതറിയാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് പോവാം, അറിയാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ, പക്ഷേ കൂടുതലൊരു ഇന്ററാക്റ്റീവ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഒരു ലൈവ് ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ ഡൂപ്പർ ഇന്ററാക്ഷൻസ് നടത്തുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്, ഇറ്റ്സ് ഓൺ ദ വേ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, കൂൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്നും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. വളരെയധികം എന്താ പറയുക, എഫേർട്ട് എടുത്താണ് നമ്മളെല്ലാവരും ഈ ഒരു ചാനലിൻ്റെ ഒരു എൻജിൻ ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് സപ്പോർട്ട് ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്, ലൈക്ക് യു ഓൾവേസ് ഡു. സോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻ. പിന്നെ ഈ കാര്യത്തിലോട്ട് കിടക്കാം. പുതിയ മക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ, ഇഫ് ദർ ആർ ന്യൂ സ്റ്റുഡൻസ് ഓവർ ഹിയർ, പ്ലീസ് കഴിഞ്ഞ വീഡിയോസ്, കഴിഞ്ഞ ലെക്ചേഴ്സ് കാണാൻ മറക്കരുത്. ഓക്കെ, കാര്യം അത്രയും അധികം ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവും നേരെ ഈ വീഡിയോയിലേക്ക് ചാടിക്കയറി വന്നാൽ. എന്ന് വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അയ്യോ അന്നാ സാർ എന്നെ പുറത്തേക്ക് ഇട്ടു, ഞാൻ അതേ പോവാണ്, അങ്ങനെ പേടിച്ച് പോകരുത്. അത് കണ്ടിട്ട് തിരിച്ച് ഇതിലേക്ക് വരിക മൈ ഡിയർ സ്റ്റുഡൻസ്. അത് എൻ്റെ മാത്രമല്ല, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും മൈ ഡിയർ സ്റ്റുഡൻസ്, അതായത് പാർഷ്യൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്ന് പറയില്ല, ആക്ച്വലി ഡേഞ്ചറസ് ആണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് പകുതി നോളജ് വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. പകുതി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒട്ടും പഠിക്കാത്തവനേലും കൂടുതൽ എനിക്കറിയാം, പകുതി നോളജ് എനിക്കുണ്ട്, ആ ഒട്ടും പഠിക്കാത്തവനേലും കൂടുതൽ എനിക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ച് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോകും. നീറ്റ് എക്സാമിന് ഇരിക്കും. നീറ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു ആ ടോപ്പിക്കിൽ നിന്ന്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് പകുതി നോളജ് ഉള്ളതുകൊണ്ട് നിങ്ങൾ തെറ്റിച്ചു, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ്. മറ്റവനോ, ഒന്നും പഠിക്കാത്തവൻ അത് കാണുമ്പോൾ തന്നെ അയ്യോ എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്നും പറഞ്ഞ് അവൻ അടുത്തേക്ക് ചാടും. അവന് നെഗറ്റീവ് മാർക്കിംഗ് കിട്ടിയില്ല, നിങ്ങൾക്ക് നെഗറ്റീവും കിട്ടി. അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ മൊത്തമായിട്ട് പഠിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ ലെക്ചേഴ്സും കാണുക. അത് എൻ്റെ മാത്രമല്ല, അത് ഈ ചാനലിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുകയാണെങ്കിലും പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദി എൻറ്റയർ കണ്ടന്റ് കംപ്ലീറ്റ്ലി. പിന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മറക്കരുത്. ഒരു കൊച്ചു കുട്ടിയുടെ ക്യൂരിയസ്നെസ്സും ഇൻക്വിസിറ്റീവ്നെസ്സും വേണം. ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, ഡൗട്ട് ചോദിച്ചു പോവാം അല്ലേ, ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ഗെറ്റ് യുവർ ഡൗട്ട്സ് ക്ലിയർഡ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, കൂൾ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്? പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് തിയറി ക്ലാസ് ആണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ലാസ്റ്റ് തിയറി ക്ലാസ് ആണ്. വളരെയധികം രസകരമായിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ ലെക്ചേഴ്സിൽ, ഈ പറഞ്ഞ 9-10 ലെക്ചേഴ്സിൽ ഏറ്റവും ചെറുതായിരിക്കും, ഏറ്റവും കുട്ടി ലെക്ചർ ആയിരിക്കും ഇത്. കാര്യം കുട്ടി ടോപ്പിക്സേ ബാക്കിയുള്ളൂ, വളരെ ചെറിയ ടോപ്പിക്സേ ബാക്കിയുള്ളൂ. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോള്യൂം, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്, ലിക്വിഫാക്ഷൻ എന്താണെന്ന് അറിയാലോ അല്ലേ നിങ്ങൾക്ക്? ചിലപ്പോൾ കുറച്ച് പേര് പറഞ്ഞു സാർ ഈ ലിക്വിഫിക്കേഷനും ലിക്വിഫാക്ഷനും കറക്റ്റ് ആണോ? ലിക്വിഫിക്കേഷൻ എന്ന് ആക്ച്വലി പറയാറില്ല, ലിക്വിഫാക്ഷൻ എന്നാണ് പറയുക. Liquefaction is a correct terminology. Liquefaction എന്ന് വെച്ചാൽ when you liquefy a gas. Okay. അപ്പൊ ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. What is the difference between a vapor and a gas? ഒരു വേപ്പറും ഗ്യാസും തമ്മിൽ, വേപ്പർ ഗ്യാസ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ രണ്ടെണ്ണത്തിന്, വേപ്പറും ഗ്യാസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ പറയും സാർ എന്തൊക്കെയാ പറയണത് സാറ്, രണ്ടും സെയിം അല്ല.
രണ്ടും സെയിം ആണോ? രണ്ടും സെയിം ആണെങ്കിൽ എന്തിനാ രണ്ട് പേര്? ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം ചോദിക്കാം. ഇവാപറേഷനും ബോയിലിങ്ങും രണ്ടിലും നടക്കണ എന്താണ്? ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ അല്ലെ? ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വേപ്പർ. അപ്പൊ എന്തുകൊണ്ടാണ് രണ്ട് പേര്? ഇവാപറേഷനും ബോയിലിങ്ങും രണ്ടിനും ഒറ്റ പേരിട്ടാ പോരെ. ഒരെണ്ണം എന്താ വീട്ടിൽ വിളിക്കുന്ന പേര് എന്തെങ്കിലും ആണോ? ഇവാപറേഷനും ബോയിലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അറിയാവുന്നവർ താഴത്ത് കമന്റ് ചെയ്യുക. വേപ്പറും ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തവരും അറിയുന്നവരും ഇതിനെക്കുറിച്ച് കൂടുതൽ ഇന്ന് അറിയും. ഓക്കെ, വേപ്പറും ഗ്യാസും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ദേ ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ഇന്ന് അറിയും. ഓക്കെ, ഇവാപറേഷനും ബോയിലിംഗും തമ്മിലുള്ള ഡിഫറൻസ് താഴത്ത് കമന്റ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതൊരു ചെറിയൊരു ചോദ്യമാണ് ആക്ച്വലി. ചിലപ്പോൾ ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവന് കൂടുതൽ ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവാപറേഷൻ ആൻഡ് ബോയിലിംഗ് ഡിഫറൻസ് അറിയാവുന്നവർ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, അതായത് ഗ്യാസസിന്റെ കൺവേർഷൻ ഓഫ് ഗ്യാസസ് ഇൻ ടു ലിക്വിഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി what I am going to plot over here, ഞാനൊരു ഗ്രാഫ് വെച്ചിട്ട് തുടങ്ങാൻ പോവാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമേ അല്ല സാറേ. ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കൈ വരയ്ക്കാൻ തുടങ്ങും. വളരെ സിമ്പിൾ ആണ്, ഞാൻ വരയ്ക്കുന്നത് നോക്കി പോവുക. So what we are going to do over here is we are going to plot isotherms. We are going to plot isotherms. Isotherms എന്താണെന്ന് അറിയാലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഐസോതേർം എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു പ്ലോട്ട് എ ഗ്രാഫ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പി വി ഗ്രാഫ് വരയ്ക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പി വി ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറ് ലിക്വിഫാക്ഷനെ കുറിച്ചല്ലേ സാറ് പറയുന്നത്, സാറ് എന്തൊക്കെയാ സാറേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ഹീറോ ആയ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസിന്റെ ഐസോതേർംസ് വരയ്ക്കാൻ പോവാണ്. ഐസോതേർം എന്ന് പറയുമ്പോൾ പി വി ഗ്രാഫ് തന്നെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഫൈൻ. സോ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഇമാജിൻ നമ്മൾ ഒരു വളരെ ചെറിയൊരു പ്രഷറിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പിരിക്കുന്നത്. വളരെ ചെറിയ പ്രഷർ, വോളിയം വളരെ വലുതാണ്. ഓക്കെ, ഞാനിനി പ്രഷർ പതിയെ കൂട്ടി എന്ന് വിചാരിക്കുക. പ്രഷർ പതിയെ കൂട്ടിയപ്പോൾ സയന്റിസ്റ്റ് എന്താണ് കണ്ടത്? സയന്റിസ്റ്റ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഒബ്വിയസ്ലി പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. യെസ് നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പ്രഷർ കൂട്ടുന്നു, വോളിയം കുറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രഷർ കൂട്ടി കൂട്ടി വരുമ്പോൾ എന്താ പറ്റുക? അവസാനം എന്താ പറ്റുക മൈ ഡിയർ സ്റ്റുഡൻസ്? എന്താണ് പറ്റുക? ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു ലിക്വിഡ്. അതായത് ലിക്വിഫാക്ഷൻ തുടങ്ങും. ഈ ലിക്വിഫാക്ഷൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുക നോക്കൂ. ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാ മാറണേന്ന് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ലിക്വിഫാക്ഷൻ തുടങ്ങുമ്പോൾ ഗ്രാഫ് നേരെ ഇങ്ങനെ മാറുന്നു. എല്ലാവരും നോക്കുക, ഗ്രാഫ് നേരെ വന്ന് ഇവിടെ എത്തുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇതെന്ത് ഈ സ്ട്രെയിറ്റ് ലൈൻ വന്നത്? ഈ പാർട്ട്, ഈ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. ഈ റീജിയൻ എന്ന് പറയുന്നത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം റീജിയൻ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ റീജിയൻ എന്ന് പറയുന്നത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അതായത് നിങ്ങൾ പ്രഷർ കൂട്ടുന്തോറും ലിക്വിഫിക്കേഷൻ നടക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അപ്പൊ എന്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലൈൻ വന്നത്? എന്തുകൊണ്ടാണ് സാർ അവിടെ പ്രഷർ അതായത് ഞാൻ പ്രഷർ കൂട്ടല്ല ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രഷർ കൂടി നേരെ ഗ്രാഫ് മേളിലേക്ക് വന്നു. പിന്നുള്ള ഗ്രാഫ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹൊറിസോണ്ടൽ ലൈൻ. ഞാൻ വരച്ച ലൈൻ ഇങ്ങനെയാണ് വന്നത്. എന്തുകൊണ്ടാണ് അവിടെ കൂടാത്തത് സാറേ പ്രഷർ? അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളത് ബുക്സിൽ കാണില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. സിമ്പിൾ ആയിട്ടൊരു ലോജിക്ക് പറയാം. നമ്മൾ ഈ ലിക്വിഡും ഒരു വെള്ളത്തിനെ ചൂടാക്കി 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ അത് ബോയിലിംഗ് തുടങ്ങും. പക്ഷെ നിങ്ങൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടില്ലേ? ലേറ്റന്റ് ഹീറ്റ്
ലേറ്റന്റ് ഹീറ്റ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? അതായത് ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ നിങ്ങൾ ചൂടാക്കുമ്പോൾ ടിൽ ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു വേപ്പർ ടെമ്പറേച്ചറിന് മാറ്റം വരുന്നില്ല. നിങ്ങളിത് പണ്ട് പഠിച്ചിട്ടുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ നിങ്ങൾ പിന്നെയും ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചറിന് മാറ്റം വരുന്നില്ല അല്ലേ? ലേറ്റന്റ് ഹീറ്റ്, അതായത് ലേറ്റന്റ് എന്ന് വെച്ചാൽ എന്താ? ഹിഡൻ. നിങ്ങൾ ചൂടാക്കുന്നുണ്ട്, പക്ഷെ ആ ചൂട് ടെമ്പറേച്ചറിൽ കാണുന്നില്ല, ടെമ്പറേച്ചർ ഡിഫറൻസ് കാണുന്നില്ല. 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ പിന്നെയും ചൂടാക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരുന്നിട്ട് കംപ്ലീറ്റ് വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. യെസ് ഓർ നോ? ആ ഹീറ്റ് എവിടേക്കോ പോകുന്നു. ആ ഹീറ്റ് അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഹീറ്റ് ഇസ് യൂസ് ടു കൺവേർട്ട് ദ ലിക്വിഡ് ഇൻ ടു ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് ഇൻ ടു വേപ്പർ അല്ലെ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രഷർ ഇവിടെ വെച്ചിട്ടാണ് ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രഷർ വീണ്ടും കൂട്ടുകയാണെങ്കിൽ ദാറ്റ് പ്രഷർ ഇസ് യൂസ് ടു കൺവേർട്ട് വേപ്പർ ഇൻ ടു ലിക്വിഡ്. അങ്ങനെ ഓർത്താൽ മതി. ദാറ്റ് പ്രഷർ, അതായത് ഇവിടെ വരെ നിങ്ങൾ പ്രഷർ കൂട്ടി, ഇവിടെ വെച്ചിട്ട് ലിക്വിഫാക്ഷൻ സ്റ്റാർട്ടായി, ഇവിടെ വെച്ചിട്ട് ലിക്വിഫാക്ഷൻ സ്റ്റാർട്ടായി മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ വെച്ചിട്ട് ലിക്വിഫാക്ഷൻ സ്റ്റാർട്ടായി. അവിടെ നിന്ന് നിങ്ങൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് പ്രഷർ ഇസ് യൂസ് ഫോർ കൺവേർഷൻ ഫ്രം വേപ്പർ ടു ലിക്വിഡ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് ഇക്വിലിബ്രിയം ചാപ്റ്ററിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ, ഇഫ് യു നോ അബൌട്ട് ഇക്വിലിബ്രിയം ചാപ്റ്റർ, കമന്റ് ദ റീസൺ ബിലോ. ഇത് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ടും ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്. എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് പ്രഷറിന് അത്രയ്ക്ക് ചേഞ്ച് വരാത്തത് ഫ്രം ഹിയർ ടു ഹിയർ? അറിയാവുന്നവർ താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ ചെറിയൊരു ക്ലൂ തരാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അറിയാത്തവർ ഡോണ്ട് വറി മൈ ഡിയർ സ്റ്റുഡൻസ്, ഇക്വിലിബ്രിയം ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് തിരിച്ചു വന്നിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ വരെയും ലിക്വിഫാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ വരെയും കംപ്ലീറ്റ് ആ ഗ്യാസ് കംപ്ലീറ്റ് CO2 കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡിലേക്ക് മാറി. ഇവിടെ നിന്ന് വീണ്ടും പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് എങ്ങോട്ടാ പോകുന്നേ നോക്കൂ. ഗ്രാഫ് നേരെ മേളിലേക്ക് പോകും. മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ട? അതായത് പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയിട്ടും ഇവിടുന്ന് പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയിട്ടും വോളിയമിന് ഭയങ്കര ചേഞ്ച് വരുന്നില്ല. അതായത് ഫ്രം ദിസ് പോയിന്റ് ദിസ് വാസ് ദ വോളിയം വേർ കംപ്ലീറ്റ് കൺവേർഷൻ ഹാപ്പൻഡ്. അവിടുന്ന് ഞാൻ പ്രഷർ റോക്കറ്റ് പോലെ പറത്തി, എന്നിട്ടും വോളിയം കുറഞ്ഞത് ഇത്രേ കുറഞ്ഞുള്ളൂ. ഇത്ര വോളിയമേ കുറഞ്ഞുള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഇവിടെ നിന്ന് ഞാൻ പ്രഷർ ഇത്രയും കൂട്ടിയിട്ടും വോളിയം ഇത്രേ കുറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ വരെ എത്തിയപ്പോഴേക്കും എല്ലാ ഗ്യാസും ലിക്വിഡായി മാറിക്കഴിഞ്ഞു. ലിക്വിഡ് ഇസ് നോട്ട് മച്ച് കംപ്രസിബിൾ. നിങ്ങൾ എത്രയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്താലും അതിനെ അധികം കംപ്രസ് ചെയ്യാൻ പറ്റില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് നിങ്ങൾ അടിച്ച് തൂഫാനാക്കി പ്രഷർ കൂട്ടിയിട്ടും വോളിയത്തിന്റെ ചേഞ്ച് വന്നത് ഇത്ര മാത്രമാണ് വോളിയത്തിന്റെ ചേഞ്ച് വന്നത്. അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഇത് ഞാനൊരു T1 ടെമ്പറേച്ചറിലാണ് ഈ മൊത്തം ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. ഒരു T1 ടെമ്പറേച്ചറിൽ, അതായത് ഒന്നും കൂടി പറയാൻ, T1 ടെമ്പറേച്ചറിൽ ഇവിടുന്ന് തുടങ്ങി പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. ഇവിടുന്ന് ലിക്വിഫാക്ഷൻ സ്റ്റാർട്ടായി. ഇത് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം ആണ്. ഇവിടെ മൊത്തം വേപ്പറും ലിക്വിഡിലേക്ക് കൺവേർട്ട് ആയി. പിന്നെ അവിടെ നിന്ന് ഇത് മൊത്തം ലിക്വിഡ് റീജിയൻ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ലിക്വിഡ് റീജിയൻ ആയതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ പ്രഷർ കൂട്ടിയാലും വോളിയത്തിന് അധികം ചേഞ്ച് വരാൻ പോകുന്നില്ല. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? ഇനി ഞാൻ വേറൊരു ടെമ്പറേച്ചറിൽ ഇത് വരയ്ക്കാം. എനിക്ക് വേറൊരു കളർ വേണമല്ലോ, മൊത്തം കളർഫുൾ ആക്കാൻ ഞാൻ വേറൊരു ടെമ്പറേച്ചറിൽ ഇത് വരയ്ക്കാന്ന് വിചാരിക്കുക. അതായത് വേറൊരു ടെമ്പറേച്ചറിൽ ഇത് വരയ്ക്കാന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. വേറൊരു ടെമ്പറേച്ചറിൽ ഇത് വരയ്ക്കാന്ന് വിചാരിക്കുക. എനിക്ക് ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇതിങ്ങനെ കിട്ടും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഒരു മിനിറ്റ്, ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പിന്നെ അവിടുന്ന് തൂഫാൻ പോലെ മേളിലേക്ക് പോകും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. അത് T2 ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം. And understand T2 is greater than T1.
അപ്പോൾ ഈ ഗ്രാഫ് ഇതിൻ്റെ മേളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്തുകൊണ്ടാണ് അതിൻ്റെ മേളിൽ? അതെങ്ങനെ സാറിന് മനസ്സിലായി? പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഇനി ഞാൻ വേറെ ഒരെണ്ണം വരയ്ക്കാന്ന് വരിക. T3 ടെമ്പറേച്ചറിൽ എന്ത് പറ്റും? ഇതിങ്ങനെ വന്നു, പിന്നെ അത് വേറെ തൂഫാൻ അടിച്ച് മേളിലേക്ക് പോയി. യെസ് ഓ നോ? ബേസിക്കലി നിങ്ങൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, ദിസ് എൻറ്റയർ ഏരിയ ഓവർ ഹിയർ, ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ദിസ് ഏരിയ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരു മിനിറ്റ്, this area over here my dear students, this area over here my dear students, this area over here my dear champions, ഈ ഒരു ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു കർവ്, ഈ ഒരു പാരബോള ഏരിയയിൽ വരുന്നതാണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. അത് ഏത് ടെമ്പറേച്ചറും ആയിക്കോട്ടെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടുന്ന് ഇവിടെ വരെയും T1 ടെമ്പറേച്ചറിൽ ഇവിടുന്ന് ഇവിടെ വരെയും ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം, T2 ഇവിടുന്ന് ഇവിടെ വരെയും ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം, ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെ, T3 ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെയും ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം. യെസ് ഓ നോ? ഈ ഒരു റീജിയൻ എന്താണ്? ഈ ഒരു റീജിയൻ എന്ന് വെച്ചാൽ മൊത്തം ലിക്വിഡ് റീജിയൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രഷർ നമ്മൾ എത്ര കൂട്ടിയാലും വോളിയത്തിന് അധികം ചേഞ്ച് വരുന്നില്ല. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറിന് ഈ ഗ്രാഫ് ഒക്കെ എവിടെ നിന്ന്? സാർ എവിടെ നിന്ന് കോപ്പി അടിച്ചാണോ? അതെ മക്കളെ, കോപ്പി അടിച്ചതാ. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ആസ് ആൻഡ്രൂസ് ഐസോതേം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ദിസ് ഈസ് ആക്ച്വലി ആൻഡ്രൂസ് ഐസോതേം. ഓക്കെ, ആൻഡ്രൂസ് ദ നെയിം ഓഫ് ദ സയന്റിസ്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഇനി ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ചെയ്യാന്ന് വിചാരിക്കാം. ഡോണ്ട് യു തിങ്ക് ദാറ്റ്, എല്ലാവരും നോക്കുക, ഡോണ്ട് യു തിങ്ക് ദാറ്റ് there will reach a point where ഈ ഗ്രാഫ് ഇത് എങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മേളിലേക്ക് പോയി. അതായത് ഇതിങ്ങനെ നോക്കൂ, ഇതിങ്ങനെ മേളിലേക്ക് പോയി. there would reach a temperature T4 where this graph just touches over here. അതായത് ജസ്റ്റ് ഒന്ന് ലിക്വിഡിലേക്ക് കൺവേർട്ട് ജസ്റ്റ് ഒരു ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിലേക്ക് നിന്നിട്ട് നേരെ മേളിലേക്ക് പോയി. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അത് കഴിഞ്ഞിട്ട്, ഈ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട്, ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പ് ആയതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് ഈ ഗ്രാഫ് വരാൻ പോകുന്നത് എങ്ങനെയാന്ന് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് ഈ ഗ്രാഫ് വരാൻ പോകുന്നത് നേരെ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് ടച്ചിങ് ദ or it is not entering this parabolic region. അതായത് ഒരു വേപ്പർ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നില്ല. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ, T4 ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നില്ല. അതായത് നിങ്ങൾ എത്രയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്താലും, അതായത് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ എത്രയൊക്കെ പ്രഷർ കൂട്ടിയാലും ഈ ഒരു റീജിയനിലേക്ക് വരുന്നില്ല. അതായത് ലിക്വിഡ് റീജിയൻ തൊടുന്നില്ല. നിങ്ങൾ പ്രഷർ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പ്രഷർ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും നോക്കുക, പ്രഷർ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നേരെ പോവാണ്, ലിക്വിഡിലേക്ക് ടച്ച് ചെയ്യുന്നേ ഇല്ല. കാര്യം ലിക്വിഡ് എത്തണമെങ്കിൽ ഈ വഴി പോണം, പക്ഷെ ലിക്വിഡ് എത്തുന്നില്ല എത്ര പ്രഷർ കൂട്ടിയാലും. അതായത് ബിയോണ്ട് T4, നമുക്ക് പറയാം ബിയോണ്ട് T4 liquefaction is not possible how much ever pressure is applied. അതായത് നിങ്ങൾ എത്രയൊക്കെ പ്രഷർ കൂട്ടിയിട്ടും ഒരു കാര്യവുമില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ലിക്വിഫാക്ഷൻ നടക്കുന്നില്ല ബിയോണ്ട് T4 ടെമ്പറേച്ചർ. ഇത് നേരെ പോവാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ടെമ്പറേച്ചർ പറയാണ്. നിങ്ങൾ പറയാം സാർ അപ്പൊ അതിന് മേളിലോ, ഇതൊരു T5 ടെമ്പറേച്ചർ ആയിട്ട് വെക്കുകയാണ്. നിങ്ങൾ അതിന് മേളിൽ നോക്കുകയാണെങ്കിൽ അത് വീണ്ടും പോവും മേളിലോട്ട്.
Yes or no, my dear students? In fact, നിങ്ങൾ നോക്കൂ my dear students, it is actually following ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് my dear students, this is actually following Boyle's law, അല്ലേ? This is actually following Boyle's law, my dear students. Yes or no? ആ ഒരു ഹൈപ്പർബോള ഷേപ്പിലേക്കാണ് ഇത് നീങ്ങുന്നത്. ഇൻഫാക്ട് ഈ T4 temperature, my dear students, T4 temperature is a temperature, is the highest temperature at which liquefaction can happen. അതിന് മേലേക്ക് liquefaction സംഭവിക്കുന്നില്ല നിങ്ങൾ എത്രയൊക്കെ പ്രഷർ കൂട്ടിയാലും. ആഫ്റ്റർ എ പോയിന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ the gas is turning out to be a ideal gas. അതായത് നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഈ ഗ്രാഫ് പ്രോപ്പർ ഒരു ഹൈപ്പർബോള ഷേപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ടെമ്പറേച്ചർ കൂട്ടും തോറും റിയൽ ഗ്യാസ് ടേൺസ് ഇൻ ടു ആൻ ഐഡിയൽ ഗ്യാസ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് വേറൊരു കണക്ഷൻ നടത്താം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു T4 ടെമ്പറേച്ചറിന്റെ മേളിലേക്ക് ലിക്വിഫാക്ഷൻ നടക്കുന്നില്ല. ഇവിടെയാണ് ഒരു വേപ്പറിന്റെയും ഒരു ഗ്യാസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അതായത് T4 താഴെ if temperature is lesser than ഈ T4 എന്നുള്ളത് my dear students, this temperature, my dear students, ഞാൻ TC എന്നിടാൻ പോവാണ് കേട്ടോ. TC എന്നിടാൻ പോവാണ്. കാര്യം അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ദിസ് ടെമ്പറേച്ചർ ഓവർ ഹിയർ ഇസ് ആക്ച്വലി TC. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്താണ് TCയുടെ ഡെഫിനിഷൻ എന്നുള്ളത്. ദിസ് ടെമ്പറേച്ചർ ഓവർ ഹിയർ, അതായത് ഈ ഒരു ടെമ്പറേച്ചർ, this temperature over here, ഈ ഒരു ഗ്രാഫിന്റെ ടെമ്പറേച്ചർ ആണ് TC. If temperature is lesser than TC, it can be liquefied. We call it a vapor. അപ്പോഴാണ് നമ്മൾ ആ ഗ്യാസിനെ വേപ്പർ എന്ന് വിളിക്കുന്നത്. If temperature is greater than TC, my dear students, it cannot be liquefied. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? The gas that we are talking about, it cannot be liquefied. അപ്പോഴാണ് നമ്മൾ അതിനെ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അതായത് വേപ്പറും ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴാണ്? whenever a substance is below the critical temperature, അതായത് whenever a gas exists in a temperature below the critical temperature എന്ന് വെച്ചാൽ ഈ temperature over here, whenever a gas exists below the critical temperature, it can be liquefied. അപ്പോഴാണ് നമ്മൾ അതിനെ വേപ്പർ എന്ന് വിളിക്കുന്നത്. That means when a gas can be liquefied at a given temperature, that is called as a vapor. പക്ഷെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മേളിലാണ് അവൻ കിടക്കുന്നതെങ്കിൽ we cannot liquefy it. അപ്പൊ അത് പ്യോർലി ഒരു ഗ്യാസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻഫാക്ട് നമ്മൾ പറയും വേപ്പർ is not actually a state of matter. Gas is a state of matter. Vapor എന്ന് പറയുന്നത് it is actually in equilibrium with the liquid. എപ്പോഴും ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിലായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് വേപ്പറിനെ നമുക്ക് ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ. പക്ഷെ ഗ്യാസ് ആണെങ്കിൽ വൺസ് ഇറ്റ് ഇസ് അബൌവ് ദിസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, നിങ്ങൾ എത്രയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്താലും നടക്കമാട്ടെ. അപ്പോഴാണ് നമ്മൾ അതിനെ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് പലർക്കും അറിയില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ ബേസിക്കലി ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് ബേസിക്കലി ദ ടെമ്പറേച്ചർ above which liquefaction will not happen for a gas. എത്രയൊക്കെ, how much ever pressure you apply, എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ലിക്വിഫാക്ഷൻ നടക്കില്ല മൈ ഡിയർ സ്റ്റുഡൻസ്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി വരികയാണെങ്കിൽ ഈ ഗ്യാസ് നേരെ ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. അതായത് പ്രോപ്പർ ആയിട്ട് ആ ഗ്രാഫ് ഒരു ഹൈപ്പർബോള രീതിയിലേക്ക് വരും. നിങ്ങൾക്കറിയാം പി വി ഗ്രാഫ് ഹൈപ്പർബോള രീതിയിലേക്ക് വന്നാൽ ഇറ്റ് ഈസ് ടേണിംഗ് ടു ആൻ ഐഡിയൽ ഗ്യാസ്. ഗോട്ട് ഇറ്റ്? ഇവിടെ വരെയും നിങ്ങൾക്ക് ലിക്വിഫാക്ഷൻ പറ്റും, അതിന് മേളിലേക്ക് ലിക്വിഫാക്ഷൻ പറ്റില്ല. അതിന്റെ മേളിലേക്ക് വീണ്ടും പോവുകയാണെങ്കിലോ സ്ലോലി ദ ഗ്യാസ് വിൽ ടേൺ ഇൻ ടു ഐഡിയൽ ഗ്യാസ്. ഗോട്ട് ഇറ്റ്? ഐഡിയൽ ഗ്യാസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ലിക്വിഫാക്ഷൻ സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ലിക്വിഫാക്ഷൻ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസിനെ ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേണം. ആ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന്മാർ ലിക്വിഡിലേക്ക് വരിക? നടക്കില്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ ഈ ബിയോണ്ട് T4 എന്നുള്ളത് ഞാൻ അവിടെ TC എന്ന് ഇടാൻ പോവാ. ബിയോണ്ട് TC. ഓക്കെ, T4 മാറ്റി TC, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതാണ് ആൻഡ്രൂസ് ഐസോതേംസ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് പുള്ളി കളിച്ചൊരു കളിയാണിത്. ദിസ് ക്യാൻ ബി ആപ്ലിക്കബിൾ. എല്ലാ ഗ്യാസിനും ഉണ്ട് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എവറി ഗ്യാസ് ഹാസ് ഗോട്ട് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബിയോണ്ട് വിച്ച് ഇറ്റ് കനോട്ട് ബി ലിക്വിഫൈഡ്. എത്രയൊക്കെ പ്രഷർ അപ്ലൈ ചെയ്താലും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായോ? യെസ് ഓർ നോ? ഇനി നമുക്ക് ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ വാല്യൂസ് അപ്പൊ നമ്മൾ നോക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ട് സാറ് വരച്ചതിൽ നല്ല നീറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ നോക്കുക, പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫാണ്. നമ്മളിപ്പോ ഈ ഒരു each graph is for different temperature. Okay, blue line is for one temperature, pink line is for one temperature, blue line is for your violet line is for one temperature, green line is for another temperature. Okay, so that is why it's called an isotherm. Each graph is an isotherm, my dear students. Each graph is an isotherm. നിങ്ങൾ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, സെയിം എക്സ്പ്ലനേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു. പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? വോളിയം ചെറുതായി മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ? ഒരു മിനിറ്റ്. പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ വോളിയം ചെറുതായി. മൈ ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ ഈ പോയിന്റ് എത്തിയപ്പോൾ എന്ത് പറ്റി? ലിക്വിഫാക്ഷൻ തുടങ്ങുകയാണ്. ലിക്വിഫാക്ഷൻ തുടങ്ങുമ്പോൾ പ്രഷറിന് അധികം വേരിയേഷൻ വരുന്നില്ല. എന്താണെന്നുള്ളതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് മാറി. പിന്നെ ഗ്രാഫ് പോണ കണ്ട, റോക്കറ്റ് അടിച്ച പോലെ പ്രഷർ കൂടുന്നുണ്ട്, പക്ഷെ വോളിയം അധികം കൂടുന്നില്ല. റോക്കറ്റ് അടിച്ച പോലെ പ്രഷർ കൂടുന്നുണ്ട്, പക്ഷെ വോളിയം അധികം കൂടുന്നില്ല. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അതേപോലെ നിങ്ങൾ ഈ ടെമ്പറേച്ചർ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് പോയി ഇവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു. ഇവിടെ ആരെയൊന്ന് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അവനെ പിക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി. അതായത് ജസ്റ്റ് ഒരു കണ്ണടച്ച് തുറക്കും മുമ്പ് ആ ഇക്വിലിബ്രിയം കഴിഞ്ഞു. അതിന് മേളിലേക്ക് ലിക്വിഫാക്ഷൻ സംഭവിക്കുന്നില്ല. അതിന് മേളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഈ പച്ച ഗ്രാഫ് എടുക്കുകയാണ്. ഓക്കെ, ഈ പച്ച ഗ്രാഫ് എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. പക്ഷെ ഈ ഒരു കർവിന്റെ ഉള്ളിലേക്ക് അത് വരുന്നില്ല, അത് നേരെ പോവാണ്. ദാറ്റ് മീൻസ് ഈ ഒരു കർവിന്റെ ഉള്ളിലേക്ക് വന്നാലേ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം നടക്കുള്ളൂ, ലിക്വിഫാക്ഷൻ നടക്കുള്ളൂ. അവിടെ തൊടുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് ദാറ്റ്. ഇവിടെ സ്റ്റോപ്പ് വരുന്നില്ല, ഇതിന്റെ ഉള്ളിലേക്ക് സ്റ്റോപ്പ് വരുന്നില്ല. അതായത് ആ ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫോർ എക്സാമ്പിൾ ഇതിപ്പോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാഫാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് CO2. അതായത് ഈ ടെമ്പറേച്ചറിന്റെ മേളിലേക്ക് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എത്ര വിചാരിച്ചാലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ടെമ്പറേച്ചർ, അതായത് എത്ര പ്രഷർ കൂട്ടിയാലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? അത് കഴിഞ്ഞിട്ട് നോക്കൂ എല്ലാ ഗ്രാഫും. ഈ 50 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ ഗ്രാഫിന് ഓൾമോസ്റ്റ് ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് വരുന്നത്. ഗോട്ട് ഇറ്റ്? കണ്ട, ഒരു ഹൈപ്പർബോളയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂട്ടും തോറും റിയൽ ഗ്യാസ് ടേൺ ഇൻ ടു
Ideal gas. Yes or no, my dear students? So, ഇതാണ് critical temperature-ന്റെ കഥ. Critical temperature-ന്റെ കഥ ഇതാണ്, my dear students. ഈ ഗ്രാഫ് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിനി ഒരു ഫോർമുല വേണം അല്ലേ? എന്ത് പഠിച്ചാലും അതിൻ്റെ ഒപ്പം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വരും. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, the characteristic temperature above which liquefaction of a gas cannot take place even by the application of high pressure is called as critical temperature. അതായത് എത്രത്തോളം പ്രഷർ കൊടുത്താലും ഒരു കാര്യമില്ല മൈ ഡിയർ സ്റ്റുഡൻസ്, ആ ടെമ്പറേച്ചറിന് മേളിലാണെങ്കിൽ നമ്മുടെ തമ്പുരാൻ ഗ്യാസ് കിടക്കണമെങ്കിൽ അതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല 8a/27br. 8a/27br എന്താണ്? എയും ബിയും എന്താണെന്ന് അറിയാലോ മൈ ഡിയർ സ്റ്റുഡൻസ്? വാണ്ടർ വാൾസ് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ആർ ബേസിക്കലി വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് അല്ലേ? വാണ്ടർ വാൾസ് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ദേ ആർ ബേസിക്കലി വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ്. യെസ് ഓർ നോ? ദിസ് എ ആൻഡ് ബി തന്നെയാണ് ഇവിടെ ഉള്ള എ ആൻഡ് ബിയും. Got it? A represents intermolecular force of attraction, B represents size. Okay, my dear students. Next, critical pressure. The pressure required to liquefy a gas at critical temperature is called as critical pressure. അതായത് ആ critical temperatureൽ എത്ര പ്രഷർ കൊടുക്കണം, ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ കൊടുക്കണം മൈ ഡിയർ സ്റ്റുഡൻസ് ടു ലിക്വിഫൈ ദ ഗ്യാസ്. അതായത് നമ്മൾ ആ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ കാണിച്ചു തരാം എവിടെ ക്രിട്ടിക്കൽ പ്രഷർ കിടക്കണമെന്ന്. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ദിവനായിട്ട് വരും. ദിവനാണ് ക്രിട്ടിക്കൽ പ്രഷർ 73. അതായത് ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഈ ഒരു പ്രഷർ കൊടുത്താലേ ഇവിടെ സ്റ്റോപ്പ് വരുള്ളൂ, ആ ലിക്വിഫാക്ഷൻ സംഭവിക്കുള്ളൂ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? അപ്പൊ ദാറ്റ് ഇസ് എ ക്രിട്ടിക്കൽ പ്രഷർ. Yes or no, my dear champions? കേട്ടോ? അപ്പൊ ക്രിട്ടിക്കൽ പ്രഷറിന്റെ ഫോർമുല എന്താണ്? a/27b². a/27b². ഇനി അടുത്തത് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ക്രിട്ടിക്കൽ വോള്യൂം. The volume occupied by 1 mole gas at critical temperature and pressure. അതായത് ക്രിട്ടിക്കൽ വാല്യൂസിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറിലും the volume occupied by 1 mole of the gas is called as critical volume. Bc is equal to 3b. n moles ആണെങ്കിലോ, ഇത് തന്നെ n മോൾസിന്റെ കാര്യത്തിലാണെങ്കിലോ, what if it is n moles? For n moles this Vc will be equal to n into 3b. okay, അത് മറക്കരുത്. Yes or no, my dear students? Fine. Got it? So critical temperature, critical pressure, critical volume. ഈ മൂന്നും മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്, ഭയങ്കര ക്രിട്ടിക്കൽ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിനെ വെച്ചിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നീറ്റിലൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. There are 4 gases A, B, C and D. Critical temperature values. Critical temperature value of A is TA, of that is TB, of that is ഇത് TC എന്നിട്ട് T-A, T-B, T-C എന്നിടാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് A is T-A, of B is T-B, of C is T-C, of D is T-D. Okay, imagine that T-A greater than this, greater than this. ഇത് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ഡേറ്റയിൽ. My question is, which gas can be liquefied the easiest or easily? അല്ലെങ്കിൽ what is the order of liquefaction? അതായത് എന്ത് ഓർഡറിൽ, like which gas can be liquefied the most, as in the easiest, which can be liquefied the most difficult? എങ്ങനെയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ഗൈസ്, നിങ്ങൾ നോക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് എ ടെമ്പറേച്ചർ above which liquefaction cannot happen. അതായത് ഞാനിപ്പോൾ ഒരു ഗ്യാസിന്റെ, സപ്പോസ് ഒരു ഗ്യാസ് 1 അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ഗ്യാസ് 2 അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഗ്യാസ് 2നെ 60 ഡിഗ്രി സെൽഷ്യസ് വരെയും നിങ്ങൾക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും പ്രഷർ കൊടുത്തിട്ട്. 60 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ ലിക്വിഫാക്ഷൻ നടക്കില്ല. ഇത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ പറ്റുള്ളൂ.
അതിന് മേളിലേക്ക് ലിക്വിഫാക്ഷൻ പറ്റില്ല. ഇത് 60 വരെയും പോകും. അതായത് ഇവിടെ ആയിരിക്കില്ലേ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതൽ. അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു മൊത്തം റേഞ്ചിൽ നിങ്ങൾക്ക് ലിക്വിഫാക്ഷൻ നടത്താൻ പറ്റും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത്രയും റേഞ്ച് കുറയും. അതായത് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അതായത് ഇപ്പൊ ഗ്യാസ് 1 ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ടാണ് 50 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് ലിക്വിഫാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. 50 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ അവൻ നടക്കൂല. കാര്യം എന്താ? അതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, ലിക്വിഫാക്ഷൻ പാടാണ്. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓർഡർ ഓഫ് ലിക്വിഫാക്ഷൻ, അതായത് ഓർഡർ ഓഫ് IMFO ഞാൻ ആദ്യം ചെയ്താ, ഓർഡർ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓർഡർ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് അതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്രയും കൂടുതലായിരിക്കും. സോ ബേസിക്കലി T-A, or basically T-A അല്ല, A greater than B greater than C greater than D. വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ implies higher intermolecular force of attraction. Higher intermolecular force of attraction implies easily liquefied. Okay, ഈ ഒരു ലോജിക് നിങ്ങൾ ഉപയോഗിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. Got it? Yes or no? അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഏനാണ്, അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഏറ്റവും കൂടുതൽ ഏനാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏറ്റവും കുറവ് ഡീനാണ്, അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കുറവ് ഡീനാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കുറവ് ഡീനാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ലിക്വിഫൈ ചെയ്യാൻ ഏറ്റവും പാട്. കാരണം ലിക്വിഫാക്ഷൻ നടക്കണമെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേണം. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് ഒരിക്കലും മറക്കരുത്. വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഫൈൻഡ് ദ compressibility factor at critical values. Find the compressibility factor at critical values. Find the compressibility factor at critical values, my dear students. ഇതിന്റെ വാല്യൂസ് ഞാൻ ഓപ്ഷൻസ് വരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ലെറ്റ്സ് സേ ഇറ്റ്സ് ലൈക്ക് 5/8, B is like 3/8, C is like 7/5, D is like 3/7. Find the compressibility factor at critical values. Find the compressibility factor at critical values. നമുക്ക് നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ക്രിട്ടിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? ക്രിട്ടിക്കൽ വാല്യൂസിന്റെ ഫോർമുല എന്താണ്? TC is equal to 8A/27BR. Okay, TC is equal to 8A/27BR. എല്ലാവരും നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. TC is equal to 8A/27BR. ഇനി PC എന്നാണ്, സോറി, R എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയേട്ടനാണ്. R is 27BR. ഇനി PC എത്രയാണ് വരുന്നത് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. A/27B square. A/27B square. PC is equal to A/27B square, my dear students. VC എന്താണ് my dear students? VC is equal to N into 3B, or basically 3B എന്നിടാം. ഞാൻ പറഞ്ഞ N മോൾസിലാണെങ്കിൽ 3 into B into N അല്ലേ? നമ്മൾ നോക്കും my dear students. VC is equal to 3B for 1 mole. അത് തന്നെ N മോൾസ് ആണെങ്കിൽ N into 3B. നമുക്ക് ഇനി Z ആണ് കണ്ടുപിടിക്കേണ്ടത്. We know that Z is equal to PV by nRT, my dear students. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അറിയാത്തവർ പഴയ വീഡിയോസ് കാണുക. സോ ഇവിടെ P എന്താണ് വരുന്നത് my dear students? ഇവിടെ P എന്താണ്? PC. ഇവിടെ V എന്താണ്? VC by N into R into TC, my dear students. Yes or no? Fine. അപ്പൊ നോക്കാം my dear students. Let's substitute the value. PC എന്താണ്? A/27B square. A/27B square into VC എന്താണ്? 3 into B into N. 3 into B into N divided by N
into R into TC എന്താണ് 8A by 27BR 8A by 27BR 27 നേരെ മേളിലേക്ക് 27 ക്യാൻസൽ ആവും ആറും ക്യാൻസൽ ആവും ബി ഇത് എവിടെ പോകും ബി നേരെ ഇങ്ങോട്ട് ചാടി ബി ക്യാൻസൽ ആവും മൈ ഡിയർ സ്റ്റുഡൻസ് എയും ക്യാൻസൽ ആവും എന്നും ക്യാൻസൽ ആവും ബാക്കിയുള്ളത് ആകെ 3ഉം 8ഉം ആണ്. This is nothing but 3/8 my dear students. This is nothing but 3/8. Z value is nothing but 3/8 my dear students. Got it? ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ വേറൊരു ഒരു ഐഡിയയും കൂടി കിട്ടും. Z is lesser than 1 over here. അത് എന്തുകൊണ്ടാണ്? 3/8 എന്ന് പറഞ്ഞാൽ Z is lesser than 1. So basically ആൻസർ നമുക്ക് കിട്ടി. Z value at critical values or basically Z value at critical points is basically 3/8. This is lesser than 1. നമുക്കറിയാം if Z is lesser than 1, attractive force dominate. ഇത് നമുക്കറിയാലോ attractive forces dominate my dear students. Attractive forces dominate എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അറിയാത്തവർ പഴയ വീഡിയോസ് കാണുക. And obviously ഈ critical values liquefaction is happening my dear students. Liquefaction is happening at the critical temperature. അതായത് the last temperature at which liquefaction is happening. അതായത് intermolecular forces attraction തന്നെയാണ് അവിടെ dominate ആകുന്നത് my dear students. Attractive forces are dominating over here. Attractive forces dominating ആണെങ്കിൽ Z is lesser than 1. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ക്രിട്ടിക്കൽ വോളിയത്തിലും obviously liquefaction നടക്കുന്നുണ്ട്. ലിക്വിഫാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഏത് ഫോഴ്സ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റിംഗ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. 3/8 ആണ് വാല്യൂ. ഇറ്റ് ഇസ് ലെസർ ദാൻ 1. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റിംഗ്, അതുകൊണ്ടാണ് ലിക്വിഫാക്ഷൻ നടക്കുന്നത് അവിടെ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ് ഓർ നോട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് മൈ ഡിയർ ചാമ്പ്യൻസ്. വളരെ അധികം സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ഓക്കെ, അപ്പൊ ഇത് മറക്കാൻ പാടില്ല. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കാം. കുറച്ച് പായസം വേണ്ടേ നമുക്ക്? പായസം ഉണ്ടാക്കാന്ന് വെച്ചാൽ പുതിയ പിള്ളേർക്ക് അറിയോന്നറിയില്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നാണ്. ആദ്യം നിങ്ങൾ തന്നെ പായസം ഉണ്ടാക്കാൻ നോക്കുക. പോസ്റ്റ് അടിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ പായസം ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. So the first question is, given Vander Waals constant for NH3, H2, O2 and CO2 are respectively 4.17, 0.244, 1.36, 3.59, which one of the following gases is most easily liquefied? Guys, ഇത് ഭയങ്കര എളുപ്പമാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്കറിയാം അവർ തന്നക്കണത് വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ്. അവർ തന്നക്കണത് വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു മിനിറ്റ്, സോറി, ആൻസർ ഓൾറെഡി നിങ്ങൾ കണ്ട. അവർ തന്നക്കണത് വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ്. വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അവരത് എന്താണിത്? വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എ is directly proportional to intermolecular force of attraction. And intermolecular force of attraction കൂടുന്തോറും ലിക്വിഫാക്ഷൻ എളുപ്പമാകും. ലിക്വിഫാക്ഷൻ വളരെ എളുപ്പമാകും മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4.17 is the highest value of A. അതായത് NH3 can be liquefied the most easily. A will be the answer. NH3 is the answer. Got it? Greater the value of A, greater the intermolecular force of attraction. Greater the intermolecular force of attraction, easier will be liquefaction. Okay, my dear students. Next. Which gas is expected to have the highest critical temperature? Which gas is expected to have the highest critical temperature? ഈ ഗ്യാസസിന്റെ ആർഗൺ, നിയോൺ, ക്രിപ്റ്റൺ, സെനന്റെ എ വാല്യൂവും ബി വാല്യൂവും തന്നിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. എ വാല്യൂവും ബി വാല്യൂവും തന്നിട്ടുണ്ട്. എ വാല്യൂസ് ഇതാണ്, ബി വാല്യൂസ് ഇതാണ്. പോസ് അടിച്ചിട്ട് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാനൊരു ക്ലൂ തരാം മൈ ഡിയർ ചാമ്പ്യൻസ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ഫോർമുലയിലേക്ക് നോക്കിയാൽ മതി. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ഫോർമുല എന്താ? 8A by 27BR. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ ഫോർമുല എന്താ മൈ ഡിയർ സ്റ്റുഡൻസ്? 8A by 27BR. ആ ഒരു ഫോർമുല ഇവിടേക്ക് ചാമ്പിയാ പോരെ? നമുക്കറിയാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ is equal to 8A by 27BR.
27 BR. 27 BR. 27 BR, my dear students. 8A by 27 BR. So we can say that TC is directly proportional to A by B. അതായത് എ ബൈ ബി വാല്യൂ കൂടുന്തോറും ടി സി വാല്യൂ കൂടും. ഇതിൽ ഏതിലാണ് എ ബൈ ബി വാല്യൂ കൂടുതൽ? എ ബൈ ബി വാല്യൂ ഫോർ ആർഗൺ ഇസ് വാട്ട്? 1.3 by 3.2. ഇവിടെ എത്രയാ? 0.2 by 1.7. ഇവിടെ എത്രയാ? 5.1 by 1. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ന് തോന്നുന്നു. 4.1 by 5. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ ഇസ് ലെസ്സർ ദാൻ ആക്ച്വലി ലെസ്സർ ദാൻ 1. ക്രിപ്റ്റന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 5.1 divided by 1. Obviously that will be the highest. TC value will be the highest for that. Done. വളരെ സിമ്പിൾ ആണ് my dear students. Okay. Next question. The van der Waals parameters for gases W, X, Y, Z are which one of the അതെ വീണ്ടും ബിരിയാണി. നമ്മളിപ്പോൾ കഴിച്ച ബിരിയാണിയാണ്. അത് തന്നെയാണ് അമ്മ വീണ്ടും ചോദിച്ചേക്കണത്. ഡബ്ല്യൂയുടെ എയും വാല്യൂയും ബി വാല്യൂയും, എക്സിന്റെ എ വാല്യൂ ബി വാല്യൂ, വൈയുടെ എ വാല്യൂ ബി വാല്യൂ, സെഡിന്റെ എ വാല്യൂ ബി വാല്യൂ. എ ബൈ ബി വാല്യൂ ഏതിനാ കൂടുതൽ? മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് 4 by 0.027, 8 by 0.03, 6 by ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ മൈ ഡിയർ സ്റ്റുഡൻസ്. ഒബ്വിയസ്ലി അതിന്റെ ന്യൂമറേറ്റർ ഏറ്റവും വലുതാണ്, ഡിനോമിനേറ്റർ ആണെങ്കിൽ അതേപോലെ ചെറുതും അല്ലേ? അപ്പൊ ഒബ്വിയസ്ലി Z will be the highest അല്ലേ ചോദിച്ചേക്കണത്. which one of these gases are the highest critical temperature? Done. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മൈ ഡിയർ ചാമ്പ്യൻസ് കമന്റിൽ ഇടുക മൈ ഡിയർ സ്റ്റുഡൻസ്. കൈപൊക്കിയിട്ട് കാര്യമില്ല, ആരും കാണാൻ പോലുള്ള. കമന്റ് ബോക്സിൽ ഇടുക മൈ ഡിയർ ചാമ്പ്യൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ? ഇനി അതല്ല, നിങ്ങൾക്ക് ചാനലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പ്ലീസ് ജോയിൻ ദ ടെലിഗ്രാം ചാനൽ. Telegram group join cheya my dear students, extremely important. Okay my dear champions, so hope you guys enjoy this class my dear champions. Love you guys a lot. എല്ലാരെയും അടുത്ത ക്ലാസ്സിൽ കാണാൻ മറക്കരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. Till then, love you guys a lot. See you guys, bye bye. Sulan.